لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن طائفتان من المؤمنين اقتتلوا فأصلحوا بينهما فإن بغت إحداهما على الأخرى فقاتلوا التي تبغي حتى تفيء إلى أمر الله فإن فاءت فأصلحوا بينهما بالعدل وأقسطوا إن الله يحب المقسطين. അള്ളാഹുവിന്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ കാര്യങ്ങളിലുമുള്ള വിശ്വാസികളുടെ നിലപാടുകൾ അതാണ് സമൂഹത്തിൽ അവരെ വിദഗ്ധരാക്കി തീർക്കുന്നത്. ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിലപാടുകൾ മാറിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ സാഹചര്യങ്ങൾക്ക് വിധേയമായി നിലപാടുകൾ മാറുന്നതിന് പകരം നമ്മളുടെ നിലപാടുകൾക്കനുസരിച്ച് സാഹചര്യങ്ങളെ ക്രമപ്പെടുത്തുക എന്നതാണ് വിശ്വാസികൾ സ്വീകരിക്കേണ്ട കൃത്യമായ ആദർശനിഷ്ഠയുള്ള സമീപനം എന്ന് പറയുന്നത്. ആദർശത്തിലും വിശ്വാസ വ്യവഹാര സാമ്പത്തിക ഇടപാടുകളിലെല്ലാം തന്നെയും ഈ ഒരു വ്യതിരിക്തത കാത്തു സൂക്ഷിക്കാൻ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ ബാധ്യസ്ഥരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളിൽ ഒന്ന് നിങ്ങൾ കൂടെ കൂടികളാകരുത് എന്നതാണ്. ആളുകൾക്കൊപ്പിച്ച് ആശയവും ആദർശവും ഒക്കെ സ്വീകരിക്കുന്ന ഒരു നിലപാട് വിശ്വാസികൾക്ക് ഒരു കാലത്തും ഉണ്ടായിക്കൂടാ എന്നതാണ്. ആദർശ തനിമയുള്ളവരായി അള്ളാഹുവിന് വേണ്ടി കൊണ്ടുവരപ്പെട്ട സമൂഹമായി നിങ്ങൾ മാറേണ്ടതുണ്ട്. കദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ ലിതകൂനു ശുഹദാ അലന്നാസ്. ജനങ്ങൾക്ക് സാക്ഷികളാകുന്നതിനു വേണ്ടി കൊണ്ടുവരപ്പെട്ട സമൂഹം എന്ന നിലയിൽ ആ ദൗത്യവും ഉത്തരവാദിത്വവും മറന്നുപോയിക്കൊണ്ടൊരു സമീപനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ എന്നതാണ്. പറഞ്ഞു വരുന്നത്, ഏതു രംഗത്തും ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടുന്ന കൃത്യമായ നിലപാടിനെ സംബന്ധിച്ചാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആദർശ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ. അള്ളാഹുവിന്റെ റസൂലിനോട് ഇസ്ലാമിനെ സംബന്ധിച്ച് ചോദിക്കുന്നുണ്ട്. എന്താണ് ഇസ്ലാം എന്ന് ചോദിക്കുമ്പോ അൽ ഇസ്ലാമു അൻ തഷ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ തഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പ്രവാചകൻ പറഞ്ഞതിന് ശേഷം നമ്മൾ മനസ്സിലാക്കിയതുപോലെ തുഖീമുസ് സ്വലാ വ തുഅ്തിയ സക്കാ വ തസൂമ റമളാന വ തഹജ്ജൽ ബൈത മൻ ഇസ്തതാഅ ഇലൈഹി സബീല എന്ന ഹദീസിൽ ഇങ്ങനെ ഇസ്ലാം കാര്യങ്ങൾ നമ്മൾ എണ്ണിപ്പറയുന്നത് പോലെ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇസ്ലാമിലെ നിർബന്ധമായ അനുഷ്ഠാനങ്ങളുടെ ഒന്നാമതായി പറയുന്നത് ഷഹാദത്തിന്റെ വചനങ്ങളാണ്. എന്തുകൊണ്ട് ഈ കർമ്മങ്ങൾക്ക് മുമ്പായി ഇങ്ങനൊരു ഷഹാദത്തിനെ സംബന്ധിച്ച്
പറഞ്ഞു പോയിരിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്, ഈ നിർബന്ധ കർമ്മങ്ങൾ നിങ്ങളിൽ സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത്തെ ഷഹാദത്ത് ശരിയാകണം എന്നുള്ളത്. ഷഹാദത്തിൽ മായം കലർത്തിയ ഒരു മനുഷ്യൻ ഷഹാദത്ത് വിശ്വസിക്കേണ്ട മുറപ്രകാരം വിശ്വസിക്കാതെ ഒരാളിൽ നിന്ന് പിന്നീടുള്ള നമസ്കാരമോ നോമ്പോ സക്കാത്തോ ഹജ്ജോ ഒന്നും സ്വീകരിക്കപ്പെടുന്ന പ്രശ്നമില്ല എന്നതാണ്. അപ്പോൾ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള ആ ഒരു ഭാഗം എന്ന് പറയുന്നത് ആദർശ സംബന്ധിയായ വിശ്വാസ സംബന്ധിയായിട്ടുള്ള ആ ഭാഗമാണ്. അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണെന്നും സാക്ഷ്യം വഹിക്കലാണ് ആ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. ആദർശ മേഖലയിൽ ഈ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക്, ഗണേശുമാരി മുസ്ലിങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്ന് നമ്മൾ ആലോചിച്ചാൽ വളരെ ദുരന്തപൂർണമായിട്ടുള്ള ഒരു അവസ്ഥയാണ് വിശ്വാസികൾക്കുള്ളത്. എന്തിന്റെയും പിന്നാലെ പോകുന്നൊരു പരുവത്തിൽ നമ്മൾ മാറിപ്പോയിട്ടുണ്ട്. ഏതൊരു സംഗതിയും സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ എവിടെ ചെന്നാലും ചെല്ലുന്നതിനൊപ്പിച്ചുകൊണ്ട് ആദർശത്തെ മാറ്റിത്തിരിക്കുന്ന രീതിയിൽ, അതിനൊപ്പിച്ച രീതിയിലുള്ള വിശ്വാസവും പ്രവർത്തനങ്ങളുമായി കൂടെ കൂടുന്ന ആളുകളായി വിശ്വാസികൾ മാറിപ്പോയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ ആദർശം സ്വീകരിച്ചതിന്റെ പേരിൽ എന്ത് നഷ്ടമാണ് എനിക്കും നിങ്ങൾക്കുമൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെ ഒരു നഷ്ടവും നമുക്ക് പറയാനില്ല. എന്നാൽ പൂർവികരുടെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണ് എങ്കിൽ ഈ ആദർശം സ്വീകരിച്ചതിന്റെ പേരിൽ എന്തെല്ലാം വസ്തുവകകളും ബന്ധങ്ങളും ജീവൻ തന്നെയും അവർക്ക് ബലിയർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ചരിത്രം വളരെ വിശാലമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യ കാലഘട്ടത്തിൽ വിശ്വസിച്ച വിശ്വാസികളിൽ പ്രമുഖനാണ് അബൂ ഉബൈദ ആമിർ ബിൻ അബ്ദുള്ള അൽ ജറാഹ് എന്ന് പറയുന്ന. അബൂ ഉബൈദ എന്ന ചെറിയ നാമത്തിൽ അറിയപ്പെടുന്ന മഹാനായ വ്യക്തി. എന്നാലോചിച്ച് നോക്കണം, ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വരികയും കേവലം 58-ാമത്തെ വയസ്സിൽ ആയുസ് തീരുകയും അള്ളാഹുവിലേക്ക് യാത്രയാവുകയും ചെയ്ത മഹാനവർകൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു ദൗത്യ സംഘം വരുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഇസ്ലാം പ്രചരിപ്പിക്കാൻ, ഇസ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ അറിവുള്ളൊരു മനുഷ്യനെ, വിശ്വസ്തനായ ഒരാളെ താങ്കൾ ഞങ്ങളുടെ കൂടെ അയക്കണമെന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി അദ്ദേഹത്തെ പറ്റി പറയുന്നുണ്ട്, ഓരോ സമൂഹത്തിനും ഓരോ വിശ്വസ്തനുണ്ട്. എന്റെ ഈ സമൂഹത്തിന്റെ വിശ്വസ്തൻ എന്ന് പറയുന്നത് അബൂ ഉബൈദയാണ്, അമീനുൽ ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആ സമൂഹത്തോടൊപ്പം അദ്ദേഹത്തെ പറഞ്ഞയക്കുകയും തന്റെ ദൗത്യം കൃത്യമായി അദ്ദേഹം നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതവേളയിൽ അദ്ദേഹത്തിന് വേണ്ടി ഒന്നും സമ്പാദിച്ചില്ല എന്നതാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജീവിതത്തെ അനുസ്മരിക്കുന്നുണ്ട്. അദ്ദേഹം അബൂ ഉബൈദയുടെ വീട് സന്ദർശിക്കുമ്പോൾ ആ വീട്ടിലൊരു ഫർണിച്ചർ ആകട്ടെ മറ്റ് വസ്തുവകകൾ ഒന്നും തന്നെയും കണ്ടില്ല. അറബികൾ സാധാരണയായി ഉപയോഗിക്കുന്ന വാളും പരിചയം മാത്രമാണ് അവിടെ ഉപകരണമായി എടുത്തു പറയാൻ ഉണ്ടായിരുന്നത് എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മരണവേളയിൽ അദ്ദേഹം വസിയത്ത് ചെയ്യുന്നുണ്ട്, അബൂ ഉബൈദ ജീവിച്ചിരിക്കുകയാണ് എങ്കിൽ അടുത്ത ഖലീഫയായി എനിക്ക് നിർദ്ദേശിക്കാനുണ്ടാവുക അബൂ ഉബൈദയെ തന്നെയായിരിക്കുമെന്ന്. അത്രയും സ്വീകാര്യനായ വ്യക്തി. നിലപാടുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ബദർ യുദ്ധത്തിൽ അദ്ദേഹം തന്റെ പിതാവിനെ വധിക്കുന്നുണ്ട്. അബ്ദുള്ള അൽ ജറാഹ് അബൂ ഉബൈദയുടെ വാളിനിരയായി മരണപ്പെടുന്നുണ്ട്. ഈ വാർത്ത അറിയുന്ന പ്രവാചകൻ അദ്ദേഹത്തിന്റെ മുഖം കൊടുക്കുന്നില്ല. പ്രവാചകന് പോലും ആ ദുഃഖം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നവർ. അവിടെയാണ് അള്ളാഹു ഖുർആനിലെ 58-ാമത്തെ അധ്യായം സൂറ മുജാദിലയിലെ 22-ാമത്തെ സൂക്തം അവതരിക്കുന്നത്. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ
അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന ഒരു വിഭാഗത്തെ നീ കണ്ടെത്തുകയില്ല. അള്ളാഹുവിനോടും അവരുടെ പ്രവാചകനോടും ശത്രുത പുലർത്തുന്നവരുമായി ആത്മബന്ധം സ്ഥാപിക്കുന്നവരായി, സ്നേഹബന്ധം സ്ഥാപിക്കുന്നവരായി നീ കണ്ടെത്തുകയില്ല. വലൗകാനോ ആബാഅഹും, അതവരുടെ പിതാക്കളാണ് എങ്കിലും, ഔ അബ്നാഅഹും, അതല്ല അവരുടെ മക്കളാണ് എങ്കിലും, ഔ ഇഖ്വാനഹും, അതല്ല അവരുടെ സഹോദരങ്ങളാണ് എങ്കിലും, ഔ അശീറത്തഹും, അതല്ല അവരുടെ കുടുംബക്കാരാണ് എങ്കിലും, ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, അവരുടെ ഹൃദയങ്ങളിലാണ് അല്ലാഹു ഈമാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വഅയ്യദഹും ബിറൂഹിൻ മിൻഹു, അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ആത്മചൈതന്യം കൊണ്ട് അള്ളാഹു അവരെ ബലപ്പെടുത്തുന്നവർ. സഹോദരങ്ങളെ, ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ടു പോയ അബൂ ഉബൈദ എന്ന് പറയുന്ന സ്വഹാബി വര്യന്റെ ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിച്ചത്. ഒരു നിലപാടാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് എന്റെ പിതാവിനെ വധിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നില്ല, പക്ഷെ പിതാവ് എന്റെ പിന്നാലെ കൂടുകയാണ്, എന്നെ വധിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയാണ്. ഒരു യുദ്ധമുഖത്താണ്. അള്ളാഹുവുമായിട്ടാണ് നമ്മുടെ ബന്ധമുള്ളത്. പടച്ചവന്റെ പക്കലാണ് നമ്മുടെ കണക്ക് പുസ്തകങ്ങൾ സമർപ്പിക്കേണ്ടത്, അവിടെയാണ് വിചാരണ നേരിടേണ്ടത് എന്ന ഉത്തമ ബോധ്യത്തിലാണ് അദ്ദേഹത്തിനെ വധിക്കേണ്ടി വന്നത്. ജീവിത കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം, നമുക്കൊരു യുദ്ധമില്ല, പിതാവും മക്കളും വേറെ ചേരിയിൽ നിന്നുകൊണ്ട് യുദ്ധത്തിൽ ഏറ്റുമുട്ടുന്നില്ല. പക്ഷെ ഒരു നിലപാട് സ്വീകരിക്കുന്ന കാര്യത്തിൽ പച്ചയായി നിഷിദ്ധമാണ് എന്നറിയുന്ന ഒരു കാര്യം ഒഴിവാക്കുന്നിടത്ത് നമ്മുടെ ബന്ധുമിത്രാദികൾ നമ്മളെ സ്വാധീനിക്കുന്നില്ലേ? ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. വിശ്വാസികളുടെ മുസ്ലിം സമൂഹത്തിന്റെ നിലപാടില്ലാത്തൊരു ഇടപാടെന്ന് പറയുന്നത് ജീവിതത്തിൽ ഇസ്ലാം ഏറ്റവും പവിത്രമായി കാണുന്ന വൈവാഹിക രംഗമാണ്. വിവാഹം ഏറ്റവും പവിത്രമായി കൊണ്ടു നടക്കേണ്ട കാര്യമാണ്. ആ വിവാഹ കർമ്മത്തിൽ പോലും നിഷിദ്ധങ്ങൾ കടന്നു വരികയാണ്. ആ നിഷിദ്ധങ്ങളെ നമ്മൾ സ്വീകരിക്കുന്നു. എന്തിന്റെ പേരിൽ? വാപ്പാക്ക് അതിഷ്ടാവില്ല, മാമൻ അതിഷ്ടമാകില്ല, കൊച്ചാപ്പയും അടുത്ത ബന്ധുപുത്രാദികൾക്കൊന്നും ഇഷ്ടമല്ല. അവരുടെ ഇഷ്ടവുമെല്ലാം പരിഗണിച്ചുകൊണ്ട് പലതിനെയും നമ്മൾ സ്വീകരിക്കുകയാണ്. നട്ടലില്ലാത്ത ആ സ്ഥാനത്ത് ഒരു കോൺട്രസ്റ്റാറ്റ് പോലും സ്വന്തമായി ഇല്ലാത്ത ആളുകൾ സ്ത്രീധനം പോലും വാങ്ങാൻ നിർബന്ധിതരാകുന്നത് ഇത്തരം ചില കാരണവന്മാരുടെ നിർബന്ധ ബുദ്ധി കൊണ്ടാണ്. അവരതെങ്ങനെ പറയുകയാണ്. അങ്ങനെ ഏതെങ്കിലും ഒരാൾ അത് വേണ്ടാന്ന് വെച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അത്തരം ആളുകളെ നമ്മൾ മോശക്കാരായി ചിത്രീകരിക്കുകയാണ്. നിലപാടില്ലാത്തവരായി പോകുന്ന വിവാഹ ബന്ധം, അത്തരം ബന്ധങ്ങളിലൂടെ ഉണ്ടാകുന്ന അടുത്ത തലമുറ എന്ന് പറയുന്നത് അവർക്ക് ജീവിതത്തിൽ ഒന്നിനോടും ഒരു കമ്മിറ്റ് ഉണ്ടാവുകയില്ല. ആദർശത്തോടും വിശ്വാസത്തോടും ഇസ്ലാമിനോടും ഒരു പ്രതിബദ്ധതയില്ലാത്തവരായി അവർ വളർന്നു വരും. ഈ ഇസ്ലാമുമായി കടന്നു വന്നപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ 2 പുത്രിമാരെയാണ് വിവാഹമോചനം ചെയ്യപ്പെട്ടത്. എന്നാലോചിച്ച് നോക്കുക. ഇസ്ലാമായി എന്നതിന്റെ പേരിലാണ്. അബൂ യഹ്യ എന്ന് പറയുന്ന സുഹൈബ് റൂമിക്ക് തന്റെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്നത് ഇസ്ലാമായി എന്നതിന്റെ പേരിലാണ്. അങ്ങനെ ഓരോ സ്വഹാബിമാരെയും നമ്മൾ എടുത്തു പരിശോധിച്ചു നോക്കുമ്പോ ഈ നിലപാടുകൾക്ക് അവർ കൊടുത്തിട്ടുള്ള വില എന്ന് പറയുന്നത് ജീവിതം തന്നെയാണ്. സന്നിഗ്ധ ഘട്ടങ്ങളിലാണ് സഹോദരങ്ങളെ നിലപാടുകൾ വ്യക്തമാക്കേണ്ടത്. ഖന്തക്ക് യുദ്ധം നടക്കുന്ന വേളയിൽ യുദ്ധത്തിന് കോപ്പുകൂട്ടുന്ന, യുദ്ധം കൊടുമ്പിരിക്കൊള്ളാൻ സാധ്യതയുണ്ട്, സഖ്യകക്ഷികളായ ആളുകൾ ഇസ്ലാമിനെതിരിൽ ശക്തമായി ആഞ്ഞടിക്കാൻ തയ്യാറായി വന്നിരിക്കുന്നു എന്ന ഘട്ടത്തിലാണ് ആ യുദ്ധ പശ്ചാത്തലം എന്ന് പറയുന്നത്. അത്തരം ഘട്ടത്തിൽ മനസ്സിൽ ഈമാനില്ലാത്ത ആളുകൾ പ്രവാചകന്റെ സന്നിധിയിൽ വന്നുകൊണ്ട് അനുവാദം ചോദിക്കുന്നുണ്ട് അവരവരുടെ വീട്ടുകളിലേക്ക് പോകാൻ. ഖുർആൻ അത് രേഖപ്പെടുത്തുന്നുണ്ട്. 9-ാമത്തെ അധ്യായം സൂറ തൗബയിലെ 45-ാമത്തെ വചനം. ഇന്നമാ യസ്തഅ്ദിനുക്കല്ലദീന ലാ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വാസമില്ലാത്ത ആളുകളാണ് നിന്നോട് അനുവാദം ചോദിക്കുന്ന ആളുകൾ. വർത്താബത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങളിൽ സംശയം കുടിയിരിക്കുകയാണ്.
ഫഹും ഫീ റൈബിഹിം യതറദ്ദദൂൻ. ആ സംശയത്തിൽ അവരിങ്ങനെ ആടിക്കളിക്കുകയാണ്. എവിടെയാണ് വിജയം, എവിടെയാണ് സമാധാനം എന്നിങ്ങനെ അവർ നോക്കിക്കൊണ്ട്, തഞ്ചവും താളവും നോക്കിക്കൊണ്ട് നിലപാട് സ്വീകരിക്കുന്ന ഒരു സമൂഹത്തെ അള്ളാഹു നിഷിദ്ധമായി വിമർശിക്കുന്നതാണ് ആ വചനത്തിലൂടെ നമ്മൾ കണ്ടത്. സഹോദരങ്ങളെ, ഇമാം തിർമിദിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ അൻ ഹുദൈഫത്തുൽ യമാനി വഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി മഹാനായ ഹുദൈഫത്തുൽ യമാനിയും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. ലാ യകുന അഹദുക്കും ഇമ്മാഅത്തൻ, നിങ്ങൾ കൂടികളാകരുത്. ആളുകൾക്ക് ഒപ്പിച്ചുകൊണ്ട്, സമൂഹത്തിന് ഒപ്പിച്ചുകൊണ്ട്, നാട്ടുകാരുടെ തൃപ്തിക്ക് വേണ്ടി, ബന്ധമിത്രാദികളുടെ തൃപ്തിക്ക് വേണ്ടി, അങ്ങനെ മറ്റുള്ളവരുടെയൊക്കെയും അവദാനങ്ങൾക്ക് വേണ്ടി, അവരുടെ എല്ലാവരുടെയും ആത്മപ്രശംസയ്ക്കും പുകഴ്ത്തലിനും വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? കൂടികളാകാൻ പാടില്ല. എപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയും അന മഅന്നാസ്, ഞാൻ ജനങ്ങൾക്കൊപ്പമാണെന്ന് പറയും. നമ്മൾ കേട്ടാൽ വിചാരിക്കും ജനങ്ങൾ എന്തോ വലിയ കാര്യം ചെയ്യുമ്പോൾ ആ ജനങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് ത്യാഗം ചെയ്യാൻ വേണ്ടി പറയലായിരിക്കുമെന്ന്. അങ്ങനെയല്ല. ഇൻ അഹ്സനന്നാസ് അഹ്സൻതു, ജനങ്ങളെല്ലാവരും നല്ലത് ചെയ്യുകയാണ് എങ്കിൽ ഞാൻ അവർക്കൊപ്പം നല്ലത് ചെയ്യും. ഒരു മനുഷ്യന്റെ നിലപാടാണ് പറയുന്നത്. വൈൻ അസാഉ, ജനങ്ങൾ മോശക്കാരാണ് എങ്കിൽ അസഅതു, ഞാൻ ആ മോശം പ്രവൃത്തിയോടൊപ്പമായിരിക്കും. ജനങ്ങൾക്കൊപ്പമാണ് നിലപാടുള്ളത്. വലാകിൻ നിങ്ങൾ അങ്ങനെ ആയിക്കൂടാ. ഇൻ അഹ്സനന്നാസ് അൻ തഹ്സനു, ജനങ്ങൾ നന്മ ചെയ്താലും നിങ്ങൾ നന്മ ചെയ്യണം. വൈൻ അസാഉ, ജനങ്ങളൊക്കെ മോശക്കാരാണെങ്കിലോ അല്ലാ തദ്ലിമു, നിങ്ങൾ ഒരിക്കലും അക്രമത്തിൽ ഏർപ്പെട്ടുകൂടാ, അക്രമികളായിക്കൂടാ, അക്രമികളെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നവരായും കൂടാ. കൃത്യമായ നിലപാട് പറയുകയാണ്. ഏതു രംഗത്തും ആളുകൾ എവിടെ, എന്താണ്, എവിടെയാണ് കൂടുതൽ ആളുകൾ, അതൊന്നും വിഷയമേ അല്ല. വിശ്വാസിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏതു കാര്യത്തിലും അള്ളാഹുവിനോടുള്ള ഉത്തരവാദിത്തമാണ്. അള്ളാഹുവിനോടാണ് സമാധാനം ബോധിപ്പിക്കേണ്ടത് എന്ന അർത്ഥത്തിൽ കൃത്യമായി നിലപാട് പറയാൻ, സ്വീകരിക്കാൻ വിശ്വാസികൾക്ക് കഴിയേണ്ടതുണ്ട്. ഖുർആനിലെ 49-ാമത്തെ അധ്യായം സൂറ ഹുജറാത്തിലെ 15-ാമത്തെ വചനം വിശ്വാസികളെ കൃത്യമായി അവിടെ രേഖപ്പെടുത്തുകയാണ്. ഇന്നമൽ മുഅ്മിനൂൻ, വിശ്വാസികൾ എന്ന് പറയുന്നവർ ഇനി പറയുന്ന ആളുകളാണ്. എന്താണ് അവരുടെ യോഗ്യതകൾ? അല്ലദീന ആമനു ബില്ലാഹി വറസൂലി, അല്ലാഹുവിലും അവന്റെ പ്രവാചകനിൽ വിശ്വസിക്കുന്നവരാണവർ. സമ്മലം യഖാബു, പിന്നീട് ആ വിശ്വാസ കാര്യങ്ങളിൽ യാതൊരു സംശയവും കൂടിക്കലരാതിരിക്കുന്നവരാണവർ. വജാഹിദു ബി അംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്, തങ്ങളുടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും പടച്ചവന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നവരാണവർ. ഉലൈക ഹുമുസ് സാദിഖൂൻ, അക്കൂട്ടരാണ് സത്യം പറഞ്ഞ ആളുകൾ. വിശ്വാസികൾ എന്ന് പറഞ്ഞ് സംശയമില്ലാതെ വിശ്വസിച്ച ആളുകൾ, അവരാണ് സത്യം പറഞ്ഞ ആളുകൾ എന്ന് അള്ളാഹു സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. അള്ളാഹു പറഞ്ഞിട്ടുള്ള പ്രതിഫലം, ആ പ്രതിഫലത്തെ മനസ്സിലാക്കിക്കൊണ്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടോ, ഹാർട്ട് ബീറ്റ് കൂടുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. എങ്കിൽ നിഫാഖിന്റെ ഒരു അംശം അവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കലവറയുമില്ലാതെ കൃത്യമായി വിശ്വസിക്കാൻ, അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ യാതൊരു സങ്കോചവുമില്ലാതെ ഇടപെടാനും സാധിക്കുക എന്നത് കൃത്യമായ നിലപാടിന്റെ പേരാണ്. അങ്ങനെയുള്ളവരാണ് വിശ്വാസികൾ എന്ന് പറയുന്നവർ. അപ്പോൾ നിങ്ങൾ ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറ ആലി ഇമ്രാനിലെ 146-ാമത്തെ വചനം കഴിഞ്ഞുപോയ പ്രവാചകന്മാരും അവരുടെ അനുയായികളുടെയും ജീവിത നിലപാടുകളെ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. വകായ്യൻ മിൻ നബിയ്യൻ വഖാതല മഅഹു റിബ്ബിയൂന കസീറൻ, എത്രയെത്ര പ്രവാചകന്മാരും അവരുടെ അനുയായികളുമാണ് ആ പ്രവാചകന്മാരോടൊപ്പം പോരാടിയിട്ടുള്ളത്. ഫമാ വഹനൂ ലിമാ അസാബഹും ഫീ സബീലില്ലാഹ്, പടച്ചവന്റെ മാർഗത്തിൽ തങ്ങളെ ബാധിച്ചിട്ടുള്ള പ്രയാസങ്ങളിൽ അവർ ഒരിക്കലും തളർന്നുപോയില്ല.
പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടായപ്പോ ഒരു തളർച്ചയും അവർക്ക് ബാധിച്ചില്ല. ഒരിക്കലും അവർ ദൗർബല്യം കാണിക്കുകയോ ഒതുങ്ങിക്കൊടുക്കുകയോ ചെയ്തില്ല. സത്യനിഷേധികൾക്ക് മുമ്പിൽ ഒതുങ്ങിക്കൊടുക്കുന്നവരായോ ആദർശം പണയപ്പെടുത്തുന്നവരായോ അവർ മാറിയില്ല. അവർ കൃത്യമായി നിലപാട് സ്വീകരിച്ചു. വല്ലാഹു യുഹിബ്ബുസ് സാബിരീൻ, അങ്ങനെയുള്ള ക്ഷമാലുക്കളെയാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്നത്. നമുക്കൊരുപാട് ബന്ധങ്ങളുണ്ട്, നമുക്കൊരുപാട് കണക്ഷനുകളുണ്ട്, മറ്റു നിലക്കുള്ള സൗഹൃദങ്ങളുണ്ട്. ഇതിലെല്ലാം കൃത്യമായി നമുക്ക് നമ്മുടെ ആദർശ നിലപാടുകൾ എത്ര കണ്ട് സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഞാൻ ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽ കൽപ്പിച്ച വചനം ഖുർആനിലെ 49-ാമത്തെ അധ്യായം സൂറ ഹുജറാത്തിലെ 9-ാമത്തെ വചനമാണ്. രണ്ട് വിഭാഗം മുസ്ലിങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. പരസ്പരം കലഹിച്ച രണ്ട് വിഭാഗം ആളുകൾ വഴക്കിട്ട നമ്മൾ പറയുന്ന പരിപാടി എന്താണ്? നമുക്ക് വേണ്ടപ്പെട്ട രണ്ടാളുകൾ വഴക്കിടുകയാണെങ്കിൽ നമ്മൾ സ്വീകരിക്കൽ രണ്ടുപേരോടും നമ്മൾ വഴക്കിനെ സംബന്ധിച്ച് ചോദിക്കുകയോ ആ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുകയോ ചെയ്യാറില്ല. നമ്മൾ പറയല് അങ്ങനെ നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ അവർക്ക് നമ്മൾ ഇഷ്ടക്കേടാവും. ആ ഇഷ്ടക്കേട് ഭയന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അവരെങ്ങനെയാണോ അങ്ങനെയാണ് പോയിക്കൊള്ളട്ടെ എന്നുള്ളതാണ്. എന്നാൽ ഈ വചനത്തിലൂടെ വിശ്വാസികളുടെ ബാധ്യത, അവരുടെ നിലപാട് എന്തായിരിക്കണമെന്ന് അള്ളാഹു കൃത്യമായി പറയുകയാണ്. വൈൻ ത്വായിഫത്താനി മിനൽ മുഅ്മിനീൻ, വിശ്വാസികൾ രണ്ട് വിഭാഗം ആളുകൾ ഇഖ്തതലു, അവർ പരസ്പരം പോരാടുകയാണ് എങ്കിൽ, അവർ സംഘർഷത്തിലും സംഘട്ടനത്തിലുമാണ് എങ്കിൽ, അവർ വഴക്കിലും വിദ്വേഷത്തിലുമാണ് എങ്കിൽ, ഫഅസ്ലിഹു ബൈനഹുമാ, ആ രണ്ടു കൂട്ടർക്കിടയിലും നിങ്ങൾ അനുരഞ്ജനമുണ്ടാക്കണം. ഫൈൻ ബഗത് ഇഹ്ദാഹുമാ അലൽ ഉഖറ, അതിലൊരു വിഭാഗം മറുവിഭാഗത്തിനെതിരിൽ അതിക്രമം കാണിക്കുകയാണ് എങ്കിൽ, ഫഖാതിലുല്ലതി തബ്ഗി ഹത്താ തഫീഅ ഇലാ അംരില്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പനയിലേക്ക്, പടച്ചവൻ പറഞ്ഞതിലേക്ക് അവർ മടങ്ങുന്നത് വരെ അക്രമം കാണിക്കുന്നവനെതിരിൽ നിങ്ങൾ പോരാടണം. എത്ര കൃത്യമായിട്ടാണ് ഖുർആനിൽ പറയുന്നത്. ഒരു വ്യാഖ്യാനത്തിനും ഇടയില്ലാത്ത വണ്ണം അക്രമികളോട് രാജിയാകാൻ പറ്റില്ല എന്ന്. വിശ്വാസികളുടെ വിഭാഗമാണെങ്കിൽ പോലും അതിനോട് സമരസപ്പെടാൻ നിങ്ങൾ തയ്യാറാകരുത് എന്ന് കൃത്യമായി പറയുകയാണ്. ഫൈൻ ഫാഅത്, ഇനി അവർ മടങ്ങി വരികയാണ് എങ്കിൽ, അവരുടെ തെറ്റ് മനസ്സിലായി അവർ ശരിയിലേക്ക് മടങ്ങുകയാണ് എങ്കിൽ, ഫഅസ്ലിഹു ബൈനഹുമാ, രണ്ടു കൂട്ടർക്കിടയിലും നിങ്ങളുടെ അനുരഞ്ജനം ഉണ്ടാക്കണം. ബിൽ അദൽ, നീതിപൂർവ്വം, വഅഖ്സിതു, നിങ്ങൾ നീതി പാലിക്കണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, തീർച്ചയായും നീതി പാലിക്കുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്നവരാകണമെങ്കിൽ ഇത്തരം തർക്കപരിഹാരങ്ങളിൽ നിങ്ങളുടേതായ കൃത്യമായ നിലപാട് നിങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ചില ആളുകളൊക്കെ വഴക്കിലാണ്. ആ വഴക്കിന്റെ കാരണം നമുക്കറിയാം. നമുക്ക് വേണ്ടപ്പെട്ടവന്റെ ഭാഗത്താണ് അനീതി എന്നും അറിയാം. പക്ഷെ നമ്മൾ തിരുത്തുന്നില്ല. എന്തേ തിരുത്താത്തത്? തിരുത്തിയാൽ ഉള്ള സ്നേഹം പോകും, ഉള്ള ലോഹ്യം പോകും, ഉള്ള വായ്പ കിട്ടുന്നത് അവസാനിക്കും, ഉള്ള കല്യാണവും മറ്റു ആഘോഷങ്ങളിലോ ക്ഷണിക്കുന്നത് അവിടെ നിൽക്കും. ഏതാണ് നമ്മൾ വിലവയ്ക്കേണ്ടത്? അള്ളാഹുവിന്റെ കൽപ്പനയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതല്ല ജനങ്ങൾ ഇങ്ങനെ വച്ചു നീട്ടുന്ന അപ്പക്കഷ്ണങ്ങളെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടത്. വിശ്വാസികളുടെ നിലപാട് കൃത്യമായി പറയുകയാണ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ഇബ്നു കസീർ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: യഖൂലു തആല ആമിറൻ ബിൽ ഇസ്ലാഹി ബൈനൽ മുസ്ലിമീനൽ ബാഗീന ബഅദുഹും അലാ ബഅദ്, വിശ്വാസികളിൽ പരസ്പരം വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കിടയിൽ അനുരഞ്ജനം ഉണ്ടാക്കണമെന്ന് അള്ളാഹു കൽപ്പിക്കുകയാണ് ഈ വചനത്തിലൂടെ. ഇമാം തബരി പറയാണ്, ഫഅസ്ലിഹു അയ്യുഹൽ മുഅ്മിനൂൻ ബൈനഹുമാ ബിദ്ദുആഇ ഇലാ ഹുക്മിൻ കിതാബില്ലാഹ്, പടച്ചവന്റെ ഗ്രന്ഥത്തിലേക്ക് അവരെ ക്ഷണിച്ചുകൊണ്ട് അവർക്കിടയിൽ അനുരഞ്ജനം ഉണ്ടാക്കണം എന്നതാണ് ഈ വചനത്തിലൂടെ അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നത്. നമ്മൾ സ്വീകരിക്കുന്ന ആദർശ സംബന്ധിയായ നിലപാടുകൾ, നമ്മൾ കൊണ്ടു നടക്കുന്ന വ്യക്തിപരമായ ബന്ധങ്ങളും ഇങ്ങനെ ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ അള്ളാഹുവും അവന്റെ പ്രവാചകനും പഠിപ്പിച്ച നിലപാടിനോട് യോജിക്കാത്ത വിധത്തിൽ നമ്മൾ ഈ രീതിയിൽ ആയിപ്പോവുകയാണ് എങ്കിൽ തീർച്ചയായും അള്ളാഹു ഇഷ്ടപ്പെടാത്ത ആളുകളായി
നമ്മൾ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ പൊതുവായി സ്വീകരിക്കേണ്ട സമീപനത്തെ സംബന്ധിച്ച് 5-ാമത്തെ അധ്യായം സൂറ മാഇദയിലെ 2-ാമത്തെ വചനത്തിൽ നമ്മളെല്ലാവരും കേട്ടു പഠിച്ചതുപോലെ ഇങ്ങനെയാണ്: തആവനു അലൽ ബിർരി വത്തഖ്വ. പുണ്യത്തിലും സൂക്ഷ്മതയിലും നിങ്ങൾ പരസ്പരം സഹായിക്കണം. പുണ്യകരമായ കാര്യങ്ങളിലാണ് നിങ്ങൾ ഒത്താശ ചെയ്തു കൊടുക്കേണ്ടത്. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. ശത്രുതയിലും പാപത്തിലും നിങ്ങൾ ഒരിക്കലും പരസ്പരം സഹകരിച്ചുകൂടാ എന്നാണ് പറയുന്നത്. ആ ഒരു ഉത്തരവാദിത്വം, ആ ഒരു നിലപാട് അള്ളാഹുവിന് വേണ്ടി സ്വീകരിക്കേണ്ടവരാണ് നമ്മൾ. നമ്മുടെ ഇടയിൽ നമുക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ ഈ നിലപാട് കൊണ്ട് നേരിടാനും ആ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും നമുക്ക് സാധിക്കും. സഹോദരങ്ങളെ, നമുക്കറിയാം, ചില വിഷയങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ നമ്മൾ മൊത്തത്തിൽ നമ്മൾ അനീതിക്കെതിരായി സംസാരിക്കും, അക്രമത്തിനെതിരായി നമ്മൾ സംസാരിക്കും, അന്യായത്തെ നമ്മൾ നഖശികാന്തം എതിർക്കും. അത് ഏതുവരെയാണ്? അവനവന്റെ കാര്യത്തിലോ ബന്ധുജനങ്ങളുടെ കാര്യത്തിലോ വരെ മാത്രമാണ്. അവിടെ വരെ നമുക്ക് രക്ഷയുള്ളൂ. അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ശബ്ദം നഷ്ടപ്പെട്ടവരായി മാറുകയാണ്, ഊമകളായി മാറിപ്പോവുകയാണ്. അങ്ങനെ ആകാൻ പാടില്ല എന്ന് പറയുന്നത് ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറ നിസായിലെ 135-ാമത്തെ വചനം അള്ളാഹു പറയുന്നു, നോക്കൂ നിങ്ങൾ, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവർ എന്ന നിലയിൽ കണിശമായി നീതി പുലർത്തുന്നവരായിരിക്കുക നിങ്ങൾ. വലൗ അലാ അൻഫുസിക്കും, അത് നിങ്ങൾക്കെതിരിലാണ് എങ്കിലും, അവിൽ വാലിദൈൻ, അതല്ല നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരിലാണ് എങ്കിലും, അവിൽ അഖ്റബീൻ, അതല്ല നിങ്ങളുടെ കുടുംബ ബന്ധുമിത്രാദികൾക്കെതിരിലാണ് എങ്കിലും, ഇനി യകുൻ ഗനിയൻ ഔ ഫഖീർ, പക്ഷേ ധനികനാകട്ടെ പാവപ്പെട്ടവനാകട്ടെ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങൾക്കത് വ്യത്യാസമുണ്ടാകാൻ പാടില്ല. അല്ലാഹു ഔലാ ബിഹിമാ, ആ രണ്ട് കക്ഷികളോടും ഏറ്റവും അടുത്ത് നിൽക്കുന്നവൻ അള്ളയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന പാലിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ട് നിലപാട് സ്വീകരിക്കേണ്ടവരാണ് നമ്മൾ. ജീവിതത്തിൽ വിശ്വാസികൾ ഇറങ്ങിത്തിരിക്കുന്ന ഓരോ മേഖലയിലും കൃത്യമായി അവരുടെ നിലപാടുകൾ കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മുടെ വസ്ത്രവിധാനങ്ങൾ, സഹോദരങ്ങളെ, സമൂഹത്തിൽ നമ്മുടെ നിലപാടിന്റെ കൃത്യമായ രേഖപ്പെടുത്തലാണ്. ആ വസ്ത്രവിധാനത്തിൽ നമ്മൾ കാണിക്കുന്ന വേണ്ടാധീനങ്ങൾ, എവിടെയാണോ നീളം കുറയണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, ഇസ്ലാം ആഗ്രഹിക്കുന്നത്, അവിടെ നീളം കൂടുകയും നീളം കൂടണമെന്ന് ഇസ്ലാം നിഷ്കർഷിക്കുന്ന ഭാഗത്ത് നീളം കുറയുകയും ചെയ്യുന്ന ഒരു സമീപനം എന്റെയും നിങ്ങളുടെയും കുടുംബത്തിലുണ്ട് എങ്കിൽ നമ്മുടെ നിലപാടാണത്. ഇസ്ലാമിന് വിരുദ്ധമായ അത്തരം നിലപാടുകളുള്ളവരെ ഇസ്ലാമിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തുക സാധ്യമല്ല. ഏതു വിഷയത്തിലും, പറയുന്ന കാര്യത്തിലാകട്ടെ, വ്യവഹാരങ്ങളിലാകട്ടെ, വസ്ത്രവിധാനത്തിലാകട്ടെ, ഭക്ഷണത്തിലാകട്ടെ, ബന്ധങ്ങളിലാകട്ടെ, ഏതു കാര്യങ്ങളിലും അള്ളാഹുവിന്റെ കിതാബും പ്രവാചകന്റെ ചര്യയ്ക്കും അനുസൃതമായി നിലപാട് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള വിശ്വാസിനികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ ഉസീകും സാനിയൻ ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിന്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടെ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നിലപാടുകളിൽ ഏറ്റവും നിർണായകമായ ഒരു ഭാഗം നമ്മുടെ കുടുംബ അംഗങ്ങളിലാണ്, ഗ്രഹാണുഗണങ്ങളിലാണ്. അവിടെ പലപ്പോഴും നിശബ്ദരായി കുടുംബനാഥന്മാർ മാറിപ്പോകുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. വാപ്പയ്ക്കൊരു റോളുമില്ല, വാപ്പയോട് ആരൊന്നും ചോദിക്കാറില്ല, അദ്ദേഹം ഒന്നും പറയാറുമില്ല. കാരണം അത്തരം നിലപാടുകളിൽ
അദ്ദേഹത്തിന് കൃത്യമായി എന്തെങ്കിലും പറയാനുമില്ല. നമ്മുടെ ഉത്തരവാദിത്തം എന്താണ് എന്നാണ് ഖുർആനിൽ പറയുന്നത്. 66-ാമത്തെ അധ്യായം സൂറത്ത് അഹ്‌രീമിലെ 6-ാമത്തെ ആയത്തിന്റെ ഒരു ഭാഗം ഇങ്ങനെയാണ്: യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളുടെ തടിയെ കാക്കണം, നിങ്ങളുടെ കുടുംബത്തിന്റെ തടിയെയും കാക്കണം. കത്തിക്കാളുന്ന മനുഷ്യരും കല്ലുകളും ഇന്ധനമായിട്ടുള്ള നരകത്തിൽ നിന്നും നിങ്ങൾ കാക്കേണ്ടവരാണ്. അവിടെ എങ്ങനെയാണ് നമുക്ക് നിശബ്ദരായി പോകാൻ സാധിക്കുക? നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ചില ശിക്ഷകൾ പ്രവാചകൻ നടപ്പിലാക്കേണ്ടി വന്നിട്ടുണ്ട്. ജുഹൈന ഗോത്രത്തിലെ ഒരു പെണ്ണ് നടത്തിയൊരു മോഷണത്തെ സംബന്ധിച്ച് പ്രവാചകന്റെ മുന്നിൽ പരാതി കൊണ്ടുവരികയാണ്. ഇസ്ലാമിൽ മോഷണത്തിന്റെ ശിക്ഷ എന്ന് പറയുന്നത് കൈ ഛേദിക്കുക എന്ന് തന്നെയാണ്. എന്നാൽ ഇസ്ലാമിലേക്ക് അടുത്ത കാലത്തായി കടന്നു വന്ന ഈ സ്ത്രീയുടെ കൈ ഛേദിക്കപ്പെടുന്നത് വിശ്വാസികളായ സ്വഹാബിമാർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഉസാമത്ത് ബിൻ സയ്യിദ് എന്ന് പറയുന്ന പ്രവാചകൻ അടുത്ത് വളർത്തിയ പ്രവാചകന്റെ വളർത്തുപുത്രന്റെ പുത്രനെ അവർ അതിനെ ശുപാർശയായി പ്രവാചകന്റെ സന്നിധിയിലേക്ക് പറഞ്ഞയക്കുക. ഉസാമ വന്നുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു ശുപാർശ പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖം ചുവന്ന് വിവർണമാകുന്നുണ്ട്. അള്ളാഹുവിന്റെ കിതാബിൽ അള്ളാഹു നിഷ്കർഷിച്ചിട്ടുള്ള കാര്യത്തിൽ എന്നിൽ നിന്നൊരു ഇളവുമായിട്ടാണോ നീ വന്നിട്ടുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് പ്രവാചകൻ ശബ്ദമുയർത്തി സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ പറയുന്നുണ്ട്, ലൗ അന്ന ഫാത്തിമ ബിൻത് മുഹമ്മദ്, മുഹമ്മദിന്റെ മകൾ അഥവാ എന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമയാണ് കക്കുന്നതെങ്കിൽ, സരിഖത്ത് അവളാണ് മോഷ്ടിക്കുന്നത് എങ്കിൽ, ലഖത്തഅതു യദഹ, ഞാൻ അവളുടെ കൈ ഛേദിക്കുക തന്നെ ചെയ്യും. നമുക്ക് നമ്മുടെ മക്കളുടെ കൈ ഛേദിക്കേണ്ട അത്രയും വലിയൊരു ഉത്തരവാദിത്തത്തിലേക്ക് നമ്മൾ എത്തുന്നില്ല. പക്ഷെ നിലപാട് പറയേണ്ടിടത്ത്, ശരിയല്ല എന്ന് പറയേണ്ടിടത്ത്, ഇന്നത് ചെയ്യണമെന്ന് പറയുന്നിടത്ത് നമ്മളൊരിക്കലും നിശബ്ദരായി പോകാൻ പാടില്ല. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം: നുഅ്മാൻ ബിൻ ബശീർ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി നുഅ്മാൻ ബിൻ ബശീർ എന്ന് പറയുന്ന സഹാബി ഉദ്ധരിക്കുകയാണ്: ഫത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഅദിലു ബൈന ഔലാദിക്കും, നിങ്ങളുടെ മക്കളുടെ ഇടയിൽ നിങ്ങൾ നീതി പാലിക്കണം. നമുക്ക് ചില മക്കളോട് പ്രത്യേകമായ ഇഷ്ടം ഉണ്ടാവും. അവരെ നമ്മെ കാര്യമായി കെയർ ചെയ്യുന്നവരായിരിക്കും. ചിലർ വേണ്ട രീതിയിൽ പൈസ ഇല്ലാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ അവരുടെ നാട്യത കൊണ്ടോ നമ്മളെ പരിഗണിക്കാത്തവരായിരിക്കും. പക്ഷെ അതൊന്നും അനീതിക്ക് കാരണമായി കൂടാ. ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെയൊക്കെ ഒരു ദുരവസ്ഥ എന്ന് പറയുന്നത്, വലിയ സ്വത്തും മുതലും വസ്തുവകകളും ഒക്കെയുള്ള ആളുകൾ അവരുടെ കാലശേഷം ആ വസ്തുവകകൾ ഓഹരി വയ്ക്കുമ്പോൾ എവിടെയാണ് നിലപാടുള്ളത്? എവിടെയാണ് അള്ളാഹുവിന്റെ കിതാബ് അനുസരിച്ച് വിധിക്കേണ്ടത്? വെളിച്ചം ഖുർആൻ വിജ്ഞാന പദ്ധതിയുടെ ഭാഗമായി സൂറ നിസാഇന്റെ പരിഭാഷ ഇറക്കിയൊരു കാലം ഞാൻ ഓർക്കുകയാണ്. ഒരാള് വിളിച്ചിട്ട് പറഞ്ഞിരുന്നു, ഈ ഖുർആൻ പരിഭാഷയുടെ ഈ ബുക്കിലെറ്റ് ഒരു 5 കൊല്ലം മുമ്പ് എന്റെ കയ്യിൽ കിട്ടിയിരുന്നുവെങ്കിൽ എന്റെ സ്വത്തുകൾ ഞാൻ ഇത് പറഞ്ഞ മാതിരിയായിരുന്നേനെ ഓഹരി വയ്ക്കുമായിരുന്നത്. എന്നാൽ നാട്ടുശീലം അനുസരിച്ച് കൊടുക്കേണ്ടി വന്നു. അതിന്റെ ആ ഒരു രീതിയാണ് പലപ്പോഴും പല സ്ഥലങ്ങളിലും പല സമൂഹങ്ങളിലും നിലനിൽക്കുന്നത്. നമ്മുടെ മക്കളെ കൃത്യമായി പരിഗണിക്കുകയും തുല്യനീതിയോടുകൂടി അത്തരം കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുക എന്നത് ദീനുള്ള കുടുംബങ്ങളിൽ വരെ ഇല്ല എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിലപാട് തുലഞ്ഞവരായി, നിലപാടില്ലാത്തവരായി നമ്മൾ മാറുകയാണ്. ഒരു ഹദീസിലൂടെ പ്രവാചകൻ പറയുന്നുണ്ട്, ഒരാൾ കൃത്യമായി ഇസ്ലാം അനുസരിച്ച് ജീവിച്ചു, 5 നേരം നമസ്കരിച്ചു, സക്കാത്ത് കൊടുത്തു, നോമ്പ് നോക്കി, ഹജ്ജ് ചെയ്തു, എല്ലാം ചെയ്തു. പക്ഷേ ഫറായിദിന്റെ വിഷയത്തിൽ, ദായക്രമത്തിൽ, അവകാശികൾക്ക് കൊടുക്കുന്നതിൽ അള്ളാഹു നിശ്ചയിക്കാത്ത വിധത്തിലാണ് ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായും അവൻ നരകാവകാശിയായിരിക്കുമെന്ന്. എത്ര ഗൗരവമാണ് വിഷയം! നമ്മൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല. അങ്ങനെയാണ് നമ്മുടെ ഒരു നിലപാടില്ലായ്മ വരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മദീന ജീവിതത്തിലാണ് പലിശ വിരോധിക്കപ്പെടുന്നത്. നോക്കൂ നിങ്ങൾ,
പലിശ എന്ന് പറയുന്നത് സാമ്പത്തിക ചൂഷണമാണ്. പക്ഷെ ആ നിയമം നടപ്പിലാക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ജാഹിലിയ കാലഘട്ടത്തിലെ ഈ സാമ്പത്തിക ചൂഷണം റിബ എന്ന് പറയുന്നത് പ്രവാചകൻ നിരോധിക്കുകയാണ്. റിബ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, തന്റെ പിതൃവ്യനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ പലിശയാണ് പ്രവാചകൻ ഒന്നാമതായി വിരോധിക്കുന്നത്. തുടങ്ങുന്നത് തന്റെ വീട്ടിൽ നിന്നാണ്. നമ്മൾ മറ്റുള്ളവരെ നോക്കുകയാണ്, ആരെന്ത് ചെയ്യുന്നു അതെല്ലാം ചെയ്തതിനു ശേഷം പറ്റേ പിന്നാലെ നമുക്ക് കൂടാം എന്നുള്ളതാണ്. അത്തരം ഒരു സമീപനമല്ല അള്ളാഹുവിന്റെ റസൂല് കാഴ്ചവെക്കുന്നത്. ഏതൊരു നന്മയും തന്നിൽ നിന്ന് തുടങ്ങാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മളൊരു വലിയ സംരംഭത്തിൽ നമ്മൾ പണം പിരിക്കുമ്പോൾ മറ്റു മുതലാളിമാരുടെ പോക്കറ്റിൽ കിടക്കുന്ന പണമാണ് നമ്മൾ ആദ്യം കാണുന്നത്. ഇന്നടത്ത് പോയാൽ ഇന്നത് കിട്ടും. അവനവന്റെ പോക്കറ്റിനെയോ അവനവന്റെ ഉത്തരവാദിത്വത്തെയോ നമ്മൾ ഓർക്കാറില്ല. സഹോദരങ്ങളെ, അത്തരമുള്ള നിലപാടുകളിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട്. ഒന്നാമതായി ഇത് പറയുന്ന സ്വർഗവും ഈ പറയുന്ന വിചാരണയും സത്യമാണ് എങ്കിൽ അതിന്റെ ഒന്നാമത്തെ ഗുണഭോക്താവ് ഞാനായിരിക്കണം എന്നൊരു നിശ്ചയദാർഢ്യം ഓരോ വിശ്വാസിക്കുണ്ടാകണം. അതൊന്നാം തരം ഒരു നിലപാടാണ്. ആ നിലയിൽ കൃത്യമായ നിലപാടുകൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്ന് മരിച്ചുപോയ സഹോദരിയുണ്ട്, നസീമ മജീദ് എന്ന് പറയും സഹോദരി. നമ്മുടെ ഈ പള്ളിയുടെ പരിചരണത്തിലും പരിപാലനത്തിലുമൊക്കെ സജീവമായി പങ്കെടുത്തുകൊണ്ടിരുന്ന സഹോദരിയാണ്. അവർ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. അള്ളാഹു അവരുടെ ഖബറിനെ വിശാലപ്പെടുത്തുമാറാകട്ടെ. അവരുടെ ബർസഹിയായ ജീവിതം ഏറ്റവും സന്തോഷകരമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് മുത്തഖീങ്ങളായ സുഹൃതവാന്മാരായ ആളുകൾക്കൊപ്പം അവരെയും നമ്മളെയും ഒക്കെ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നാളത്തെ കഴിഞ്ഞ് ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് കയ്പമംഗലത്ത് ഒരു ആദർശ സംഗമം സംഘടിപ്പിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ഗഹനമായ പ്രഭാഷണങ്ങളാണുള്ളത്. എല്ലാ സഹോദരങ്ങളും ആ പരിപാടിയിൽ പങ്കെടുക്കും. നമ്മൾ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഗണകളെയും സന്താനങ്ങളെയും മുഴുവൻ സത്യവിശ്വാസികളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു വേർപിരിഞ്ഞു പോയിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. ഫലസ്തീനിൽ സഹേനിസ്റ്റ് അക്രമികളുടെ ക്രൂരതകൾ കൊണ്ട് മരിച്ചു പോയിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അവരിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്